ഇടുക്കി രൂപത രണ്ടാം നോമ്പുകാല തീർത്ഥാടനം എഴുകുംവയൽ കുരിശുമലയിലേക്ക് 40-ാം വെള്ളിയാഴ്ചയാണ് കാൽനട തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത്. ക്രൂശിതനൊപ്പം അനുതാപത്തിന്റെയും പരിഹാരത്തിന്റെയും പാതയിൽ ഒന്നായി യാത്ര ചെയ്യാം എന്ന ആപ്തവാക്യവുമായാണ് ഇക്കുറിയും തീർത്ഥാടനം നടത്തുക. പാണ്ടിപ്പാറ, വെള്ളയാംകുടി, ഉദയഗിരി, തോപ്രാംകുടി എന്നീ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന കാൽനട തീർത്ഥാടനം രാവിലെ 8:30 വെട്ടിക്കാമറ്റം കവലയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് സംയുക്തമായി നടക്കുന്ന തീർത്ഥാടനം 9 മണിക്ക് മലയടിവാരത്തിലേക്കും അവിടെ നിന്ന് കുരിശിന്റെ വഴിയായി മലകയറ്റും മലമുകളിൽ സമാപന ആശീർവാദവും 40-ാം വെള്ളിയുടെ സന്ദേശവും നൽകും. രൂപതയുടെ വിവിധ സെന്ററുകളിൽ നിന്ന് കാൽനടയായും അതിനും കഴിയാത്തവർക്ക് വാഹനങ്ങളിലും തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കാമെന്നും രാത്രി മുഴുവനും തീർത്ഥാടകർക്ക് മല കയറുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതായും അറിയിച്ചു. പാണ്ടിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാൽനട തീർത്ഥാടനത്തിന് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവ് നേതൃത്വം നൽകും. മലമുകളിലെത്തുമ്പോൾ 40-ാം വെള്ളിയുടെ സന്ദേശവും സമാപനാശീർവാദവും അഭിവന്യ പിതാവ് നൽകും. തുടർന്ന് അഭിവന്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണവും നടക്കും. 40-ാം വെള്ളിയാഴ്ച രൂപതയുടെ തീർത്ഥാടന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കാൽനട തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെയും വിവിധ സെന്ററുകളിൽ നിന്ന് തീർത്ഥാടനത്തിന്റെ ഭാഗമാകും. പീഡനം സഹിക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ വർഷത്തെ പ്രത്യേക നിയോഗം. 2025 ആചരിക്കുന്ന ജൂബിലിയുടെയും അതിനൊരുക്കമായി ഈ വർഷം ആചരിക്കുന്ന പ്രാർത്ഥനാ വർഷത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ വർഷത്തെ തീർത്ഥാടനം നടത്തുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ സന്തോഷിക്കുവാൻ സഹനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ വഴിയൊരുക്കുന്നതിന് ഈ തീർത്ഥാടനം ഫലപ്രദമാക്കുവാൻ ഈശോയുടെ സഹനങ്ങളിൽ നാം പങ്കുചേരണമെന്നും മറ്റുള്ളവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കണമെന്നും രൂപതാ മെത്രോൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഒന്നുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് എഴുകുംവയൽ കുരിശുമലയെ നമുക്ക് സമീപിക്കാം. നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ച് മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സഹന മരണങ്ങളിൽ നമുക്കും തീർത്ഥാടകരായിട്ട് പങ്കുചേരാം. നിങ്ങളെല്ലാവരെയും എഴുകുംവയൽ കുരിശുമലയിലേക്ക് 40-ാം വെള്ളിയാഴ്ചയും ഈ നോമ്പുകാലം മുഴുവനും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.